ഹലോ ഫ്രണ്ട്സ്, ഇത് അനിയത്തിയുടെ വെഡ്ഡിങ് വീഡിയോയുടെ സെക്കൻഡ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ നമ്മൾ മുമ്പിട്ടിരുന്നു. അത് സാരി പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു നമ്മളിട്ടിരുന്നത്. അത് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് കയറി കാണാം. നമ്മൾ ഗോൾഡ് പർച്ചേസിങ്ങിനായിട്ട് ടോട്ടൽ 3 ഷോപ്പുകളാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഈ 3 ഷോപ്പിലും പോയി നമ്മുടെ ഗോൾഡ് സെറ്റുകളെല്ലാം ഇട്ട് നോക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു സെറ്റ്, അതായത് ഇപ്പം കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടല്ലോ, നാഗാസ് വേണോ, കേരള മോഡൽ വേണോ, അങ്ങനെയുള്ള കളക്ഷൻസും നമുക്ക് എത്ര പവനാണ് വേണ്ടത്, ഇതൊക്കെയാണ് അവരോട് പറഞ്ഞിട്ട് നമ്മൾ ഈ 3 ഷോപ്പിലും പോയിട്ട് വെഡ്ഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഷോപ്പിൻ്റെ പേരൊന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല. നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ച് അത് നമ്മളും ഇതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും യൂട്യൂബിൽ നിന്നൊക്കെ പല വീഡിയോസും കണ്ടു അങ്ങനെ ചൂസ് ചെയ്ത ജ്വല്ലറീസാണ്. അതുകൊണ്ട് ഞാൻ പേരൊന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല, 3 ഷോപ്പിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേ സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3 എന്ന് പറയാം. നിങ്ങൾക്കിതിൽ ഏത് സെറ്റാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയണം. അതുതന്നെയാണോ ഞങ്ങൾ ചൂസ് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഷോപ്പ് 1. അപ്പം ഇവൾക്ക് ചോക്കർ വേണമെന്നൊരു പ്രിഫറൻസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇപ്പോൾ ചോക്കർ ആരും അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. എല്ലാവരും നഗാസിൻ്റെ മാലകളൊക്കെയാണ് കൂടുതലും ഫസ്റ്റ് മാലയായിട്ട് ചൂസ് ചെയ്യാറ്. സോ ചോക്കർ വേണമെന്നൊരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾ ഫസ്റ്റ് 1 ചോക്കറാണ് ഇട്ടിരിക്കുന്നത്. ചോക്കറിന് ശേഷം ഡെയിലി യൂസിന് ഇടാൻ പറ്റിയ ടൈപ്പ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇടാൻ പറ്റിയ ടൈപ്പ് ഒരു മാലയുണ്ട്. അതാണ് രണ്ടാമതായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വെഡ്ഡിങ് സെറ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്തതിന് ശേഷം കുറച്ച് സ്ട്രൈറ്റ് ആയിട്ട് നിർത്തി ഞാൻ വീഡിയോസ് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സൈഡ് വ്യൂവിലാണ് വീഡിയോസ് എടുത്തിരിക്കുന്നത്. അപ്പം സെക്കൻഡ് മാല ഒരു ഡെയിലി നമുക്ക് ഏതെങ്കിലും പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റുന്നതാണ്. തേർഡ് മാല മുല്ലമുട്ടോ പിച്ചിമുട്ടോ അങ്ങനെ എന്തോ അതിൻ്റെ പേര്, പിച്ചിമുട്ട് മാല എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്നൊരു മാലയാണ്. ആൻഡ് ഫോർത്ത് മാല സാധാരണ ഇപ്പോൾ ഉള്ള ഒരു കേരള സെറ്റിൽ ഒരു മെയിനായിട്ട് കാണുന്ന ഒരു സെറ്റാണത്, ഫോർത്ത് മാലയായിട്ട് വരുന്നത്. ഇതിങ്ങനെ അറേഞ്ച് ചെയ്തിടുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടോ, കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വെഡ്ഡിങ് സെറ്റൊക്കെ എടുക്കാൻ പോകുമ്പം നമ്മുടെ സാരിയുടെ സെയിം കളറായിട്ടുള്ള ഡ്രസ്സുകൾ എടുത്തിട്ട് പോവുകയാണെങ്കിലും അപ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് അറിയാൻ പറ്റും. നമ്മളങ്ങനെ ചെയ്തില്ല, പക്ഷെ അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈ ഗോൾഡും ആ സാരിയുടെ കളറും കൂടി എങ്ങനെ നമുക്ക് മാച്ച് ആവുമെന്നൊക്കെ നോക്കാമായിരുന്നു. സോ ഇങ്ങനെ ഓരോ മാല ഇടുമ്പോൾ നമ്മളോരോ സജഷൻസ് പറയുന്നുണ്ട് കേട്ടോ, ഇത് വേണോ അല്ലെങ്കിൽ അതെടുക്കണോ അടുത്തെടുക്കണോ എന്നുള്ളൊരു സജഷൻസൊക്കെ പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ആലോചിച്ച് നിൽക്കുന്നത്. ഒരു സെറ്റ് ആദ്യം എടുത്ത് വെച്ചിരുന്നിട്ട് നമ്മൾ പിന്നെ അതിനകത്തുനിന്ന് മാല മാറ്റിയിട്ട് അടുത്ത രണ്ടാമത്തത് വേറെ സെറ്റിൽ നിന്ന് ചൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെഡ്ഡിങ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാലോ, കുറേ ഇട്ട് നോക്കുമ്പോഴാണ് നമുക്ക് ഒരെണ്ണമൊക്കെ ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഈ ഇടുന്ന മാലകളിൽ പകുതിയും നമ്മൾ പിന്നീട് യൂസ് ചെയ്യാറില്ല. ആകെ 1-2 മാലകളാണ് നമുക്ക് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാശുമാലയും നമ്മളങ്ങനെ പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഓണം, വിഷു അങ്ങനത്തെയൊക്കെ ഫംഗ്ഷൻസിനും അല്ലെങ്കിൽ കേരള സാരി ഉടുക്കുന്ന ഒരു ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് അത് യൂസ് ചെയ്യാം. അങ്ങനെ കുറേ മാലകൾ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ചോക്കർ മാലയാണെങ്കിലും സെക്കൻഡ് മാലയും തേർഡ് മാലയും നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഫോർത്ത് ഈ കാശുമാല ടൈപ്പ് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതാണ് ഫൈനൽ മാല എപ്പോഴും കുറച്ച് വലിയ മാലയായിരിക്കും അവർ അടിയിലേക്ക് പ്രിഫർ ചെയ്യുന്നത്. അത് ഒരു എലഗൻസ് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ സെറ്റ് ചെയ്യുന്നത്. സോ ഫൈനൽ മാലയും അവർ സെറ്റ് ചെയ്ത് തന്നു. അതും കൂടെ സെറ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ അടുത്ത് പറഞ്ഞു ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഫുള്ളായിട്ടൊന്ന് നോക്കട്ടെ എന്ന്. സോ എഴുന്നേറ്റ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ്. നിങ്ങൾ നോക്കൂ, എന്നിട്ട് ഈ ഫസ്റ്റ് സെറ്റാണോ, സെക്കൻഡ് സെറ്റാണോ, തേർഡ് സെറ്റാണോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഏതാ എടുത്തേക്കുന്നുള്ളത് വെഡ്ഡിങ് ഡേയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സെറ്റ്. ഇതാണ് നമ്മുടെ ഷോപ്പ്. ഞാൻ ഷോപ്പിൻ്റെ പേരൊന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല, അറിയാലോ പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല, അത് കാരണം ഷോപ്പിൻ്റെ പേരുകളൊന്നും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. സോ ഫസ്റ്റ് സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ സെറ്റ് അത്യാവശ്യം അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഈ സെറ്റ് ഇഷ്ടമായിരുന്നു. പക്ഷേ നമുക്കെന്താ, ഒരു ഷോപ്പിൽ ഇങ്ങനെ മാലകളുടെ സെറ്റ് ഉണ്ടെങ്കിൽ വളകളുടെ സെറ്റ് അവിടെ കുറവായിരിക്കും. അപ്പോൾ ഈ ഷോപ്പിൽ നിന്ന് നമുക്ക് വള എടുക്കാൻ പറ്റില്ല, അപ്പോൾ അടുത്ത വേറൊരു ഷോപ്പിൽ പോകേണ്ടി വരും. സോ അങ്ങനെയാണ് നമ്മളൊരു 2-3 ഷോപ്പുകളായിട്ട് അതിനെ അറേഞ്ച് ചെയ്യേണ്ടി വന്നത്. ഇത് സെക്കൻഡ് ഷോപ്പ്. ഇത് ഞാൻ മാല ഫുൾ ഇടുന്ന വീഡിയോ ഞാൻ ഇടുന്നില്ല. ഇതാണ് സെക്കൻഡ് നമ്മൾ എടുത്തേക്കുന്ന ഒരു സെറ്റ്. ഇത് രണ്ടാമത്തെ ഷോപ്പാണ്. നിങ്ങൾ നോക്കും, കുറച്ച് ലെയർ മാലകളും ഇതും. പക്ഷെ എനിക്ക് ഇവിടുത്തെ മാലയെക്കാളും കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ആദ്യത്തെ സെറ്റിലെ മാലയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്താണ് എടുത്തേക്കുന്നത്.
ഓക്കെ, ഇത് സെക്കൻഡ് സെറ്റ് ആൻഡ് ഇത് വന്നിട്ട് തേർഡ് സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് പ്രിഫർ ചെയ്യണേ. ഇതിനകത്ത് സെക്കൻഡ് മാല ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇവർക്ക് വളയ്ക്ക് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നല്ല വളയുടെ കളക്ഷൻസ് ഈ ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടി. പക്ഷേ കഴിഞ്ഞ രണ്ട് ഷോപ്പിലും വളയുടെ കളക്ഷൻസ് കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാൻ ചെന്നപ്പോൾ എനിക്ക് വളയുടെ കളക്ഷൻ കിട്ടിയില്ല. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് വളകളൊക്കെ ഇട്ട് നോക്കി, പക്ഷേ എനിക്ക് വളയുടെ കളക്ഷൻ ഇവിടത്തേക്കാട്ടിലും മറ്റ് രണ്ട് ഷോപ്പുകളിലായിട്ട് നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സെറ്റ്. ഇത് മൂന്നാമത്തെ ഷോപ്പാണ് കേട്ടോ, മൂന്നാമത്തെ സെറ്റല്ല, നാലാമത്തെ സെറ്റാണ്, പക്ഷേ മൂന്നാമത്തെ ഷോപ്പാണ്. അപ്പം ഈ ഷോപ്പിൽ നിന്ന് നമ്മൾ കുറച്ച് നഗാസ് ടൈപ്പാണ് എടുത്തേക്കുന്നത്. ഷോപ്പിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പെയ്ഡ് പ്രൊമോഷനല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സോ നാഗാസിൻ്റെ മാലകളാണ് ഇവിടെ നിന്ന് നമ്മൾ കൂടുതലും എടുത്തത്. അപ്പം കേരള ഇട്ടിട്ട് ഒട്ടും സാധാരണ ഒരു സെറ്റ് പോലെ ഫീൽ ചെയ്തുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്ത് നാഗാസും കൂടി നോക്കാമെന്ന് കരുതി നാഗാസിൻ്റെ സെറ്റും കൂടി നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നാഗാസും കേരളയും കൂടെ മിക്സായി വന്നപ്പം നല്ല ഭംഗിയുള്ളതായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കി, ഇതാണ് നാലാമത്തെ സെറ്റ്. അപ്പം ഇതിൽ നമ്മൾ നാഗാസും കേരളയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെറ്റ് എന്ന് പറയണേ. പിന്നെ സെറ്റൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നത് ഇതായിരിക്കത്തില്ല ഫൈനൽ സെറ്റ്. ഇപ്പം നമുക്കൊരു ചെറിയ ഗിഫ്റ്റൊക്കെ കിട്ടി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.